ദൈവനാമം മഹത്വപ്പെടട്ടെ. റോമാലേഖനത്തിലൂടെയുള്ള നമ്മുടെ തുടർമാനമായ പഠനത്തിന്റെ 6-ാം ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. റോമർ 3-ാം അധ്യായം അതിന്റെ 21 മുതൽ 31 വരെയുള്ള വേദഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. നമുക്ക് ആദ്യം ഈ വേദഭാഗം വായിച്ചു കേൾക്കാം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. ആകയാൽ പ്രശംസ എവിടെ? അത് പൊയ്പോയി. ഏതു മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസ മാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അല്ല, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവം ആകുന്നു. ദൈവം ഏകനല്ലോ? അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നു. അതാണ് നമ്മുടെ ഈ ആഴ്ചത്തെ വേദഭാഗം. റോമാലേഖന പഠനത്തിൽ നമ്മൾ അതിൻ്റെ വിഷയപരമായിട്ടുള്ള ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചായിരുന്നു. 1-ാം അധ്യായം 18-ാം വാക്യം മുതൽ പാപം എന്ന് പറയുന്ന വിഷയം വളരെ ആഴത്തിൽ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പഠിപ്പിച്ച് 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ താൻ പറഞ്ഞു നിർത്തുന്നത്, പ്രവൃത്തികൾ കൊണ്ട് ഒരു മനുഷ്യനും രക്ഷിക്കപ്പെടുവാൻ കഴിയില്ല, ന്യായപ്രമാണത്തിലൂടെ പാപത്തിന്റെ പരിജ്ഞാനമേ ലഭിക്കുകയുള്ളൂ, പാപത്തിൽ നിന്നുള്ളൊരു രക്ഷ പ്രാപിപ്പാൻ നമുക്ക് കഴിയുകയില്ല എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു കഴിഞ്ഞു. ഇന്ന് 3:21 ആരംഭിക്കുന്ന ഈ വേദഭാഗം 5-ാം അധ്യായം വരെ നീണ്ടുപോകുന്നതാണ്. ഇവിടുത്തെ വിഷയം നീതീകരണം എന്ന കാതലായ വിഷയമാണ്. ദൈവകൃപയാൽ മാത്രമാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, അല്ലാതെ പ്രവൃത്തികളാൽ അല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളതാണ് പൊതുവായ ഒരു വിഷയം ഈ വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ തന്നെ ഇതുവരെ കണ്ട കാര്യങ്ങളെല്ലാം നമുക്കൊന്നുകൂടെ ഒന്ന് ഓർത്ത് ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ വേദഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. എല്ലാ മനുഷ്യരും പാപികളായതുകൊണ്ട് തന്നെയാണ് എല്ലാ മനുഷ്യർക്കും ഈ സുവിശേഷം അത്യാവശ്യമായ ഒരു സന്ദേശമാകുന്നത് എന്നുള്ളതാണ് അപ്പോസ്തലന്റെ വാദം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മനുഷ്യരും, അത് ജാതീയരാകട്ടെ, സൃഷ്ടിയുടെ വെളിപ്പാട് മാത്രമുള്ള ജാതീയരാകട്ടെ, സ്വയനീതിക്കാരനാകട്ടെ, ന്യായപ്രമാണം കിട്ടിയ യഹൂദനാകട്ടെ, സകലരും പാപത്തിന് കീഴാകുന്നുവെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നു. ഒരു മനുഷ്യനും പ്രവൃത്തിയിലൂടെ ഒരു പരിപൂർണ നീതി ദൈവം മുൻപാകെ കാഴ്ചവെച്ച് രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല. വരുവാനിരിക്കുന്ന അന്തിമ ന്യായവിധി ദിവസത്തിൽ നമ്മുടെ ആ ഒരു മാനുഷിക പ്രവൃത്തികളും ആ പരിപൂർണ നീതി എന്ന് പറയുന്ന മാനദണ്ഡം പൂർത്തീകരിക്കാത്തത് കൊണ്ട് തന്നെ സകലരും പാപത്തിന് കീഴിലാണ്, ശിക്ഷാവിധിയിൽ അകപ്പെടുവാൻ അർഹത ഉള്ളവരാണ്. അങ്ങനെ സകല മനുഷ്യർക്കും സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടെന്ന് അപ്പോസ്തലൻ തെളിയിച്ചു കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ വേദഭാഗത്തിലാണ് സകല മനുഷ്യർക്കും ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ സുവിശേഷം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയിക്കുന്ന സുവിശേഷം അറിയിക്കുന്ന വേദഭാഗമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. റോമാലേഖനത്തിന്റെ ഏറ്റവും കാതലായ വേദഭാഗമാണ് ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത്. സുവിശേഷം രത്നചുരുക്കത്തിൽ പൗലോസ് പഠിപ്പിക്കാൻ പോവുകയാണ്. വളരെ കാതലായ ഒരു വേദഭാഗമാണ്. നമ്മുടെ വചന പഠന രീതി എല്ലാ ആഴ്ചയും പറയുന്നത് പോലെ നമ്മൾ ആദ്യം വേദഭാഗം പഠിച്ചതിന് ശേഷം ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ വെളിച്ചത്തിൽ പ്രായോഗിക തലത്തിൽ നമുക്ക് എന്തുപയോഗമുണ്ടെന്ന് നമ്മൾ പ്രസ്താവിക്കുന്നതായിരിക്കും. വളരെ വേഗത്തിൽ നമ്മുടെ വേദഭാഗത്തിലേക്ക് കടക്കാം. 3-ാം അധ്യായം 21 മുതൽ 26 വരെയാണ് കാതലായ ഉപദേശ വേദഭാഗം. വിശ്വാസത്താലുള്ള ദൈവ നീതി എന്നാണ് ഞാനൊരു തലക്കെട്ടിട്ടിരിക്കുന്നത്. കാരണം നീതീകരണം എന്നാണ് അവിടുത്തെ വിഷയം. നീതീകരണമാണ് ഇവിടുത്തെ ഏറ്റവും കാതലായ വിഷയം. അപ്പോൾ നമുക്ക് 21-ാം വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി, വാക്യത്തിന്റെ അവസാനം, വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഈ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്ന പ്രയോഗം നമ്മൾ 1-ാമത്തെ പഠനത്തിൽ
ആദ്യ അധ്യായത്തിൽ തന്നെ കണ്ടതാണ്. 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല, കാരണം സുവിശേഷം രക്ഷിക്കപ്പെടുത്തുവാനുള്ള ദൈവത്തിന്റെ ശക്തിയാകുന്നു, കാരണം അതിൽ വിശ്വാസത്താലുള്ള ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടു വരുന്നു. അല്ലെ? അപ്പൊ അവിടെ അന്ന് നമ്മൾ സൂചിപ്പിച്ചതാണ് എന്താണ് ദൈവത്തിന്റെ നീതി. അത് ദൈവത്തിന്റെ ഒരു സ്വഭാവ ഗുണം എന്നുള്ള രീതിയിലല്ല, ദൈവം നീതീകരണം നടപ്പാക്കുന്ന തന്റെ വിധം അല്ലെങ്കിൽ തന്റെ വഴി, തന്റെ സുവിശേഷം എന്നുള്ളൊരു അർത്ഥത്തിലാണ് ദൈവത്തിന്റെ നീതി. ദൈവത്തിന്റെ നീതീകരണം, ദൈവം നീതിമാനല്ലാത്ത പാപികളെ എങ്ങനെ നീതീകരിക്കുന്നു, ദൈവം നീതി കൊടുക്കുന്ന വിധം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ് ഇത്. നമ്മൾ റോമറിലുള്ള മറ്റു വാക്യങ്ങളും പിന്നെ ഫിലിപ്പി ലേഖനത്തിലെ വാക്യമൊക്കെ എടുത്ത് പൗലോസ് ഈ പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ 1-ാമത്തെ പഠനത്തിലുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ദയവായി അത് പോയി കാണുക. അപ്പോ ഇവിടെ ശ്രദ്ധിച്ച്, ഇപ്പോഴോ. അപ്പോൾ നമ്മൾ തൊട്ടുമുമ്പ് വായിച്ച 1-2 വാക്യങ്ങൾ മനസ്സിൽ വെക്കണം. നമ്മൾ അതിനു മുമ്പേ കണ്ട കാര്യമാണ്, സകല മനുഷ്യരും സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷാവിധിക്ക് യോഗ്യമായി തീർന്നിരിക്കുന്നു. 19-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്. 20-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ആർക്കും രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. സകല മനുഷ്യരും പാപം എന്ന് പറയുന്ന ഒരു പ്രകൃതത്തിന് അടിമകളാണ്. അതിനാൽ തന്നെ അവർക്ക് പ്രവർത്തിച്ചൊന്നും നേടിയെടുക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ സകല മനുഷ്യരും വരുവാനിരിക്കുന്ന ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇപ്പോഴോ, ഈ ഒരു സാഹചര്യത്തിലേക്കാണ് ദൈവത്തിന്റെ സുവിശേഷം കടന്നു വരുന്നത്. അല്ലെ? പാപപ്രകൃതത്തിന് അടിമയായ മനുഷ്യർക്ക് സ്വന്തം പ്രവർത്തികളാൽ ഒരു പരിപൂർണ നീതി ദൈവം മുൻപാകെ കാഴ്ചവെക്കാൻ കഴിയില്ലെന്ന് തെളിയിച്ചതിന് ശേഷം ഇപ്പോഴോ. ഇപ്പോഴോ എന്ന് പറയുമ്പോൾ അടുത്തൊരാശയം പറയുക എന്നുള്ളതിനപ്പുറത്തായിട്ട്, ഈ യുഗത്തിൽ, ഈ കൃപായുഗത്തിൽ, അതാണ് 3:26 ഇക്കാലത്ത് ദൈവം തന്റെ നീതി വെളിപ്പെടുത്തുന്നു എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൃപായുഗത്തിൽ, ഇപ്പോഴോ, നമ്മളിപ്പോൾ ആയിരിക്കുന്ന, യേശുക്രിസ്തു വന്ന് തന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടായിരിക്കുന്ന ഈ ചരിത്ര കാലഘട്ടത്തിൽ എന്തുണ്ട്? ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വരുന്നു. പ്രവൃത്തികൾ കൂടാതെ ദൈവത്തിൽ നിന്നുള്ള സൗജന്യമായി ലഭിക്കുന്ന ഒരു നീതി നമുക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്നു. അതാണ് സുവിശേഷത്തിന്റെ സന്ദേശം. എല്ലാ മനുഷ്യരും പാപത്തിന് കീഴിലാണ്. ഒരു മനുഷ്യനും വരുവാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് സ്വമേധ തന്റെ പ്രവൃത്തികളാൽ രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. എന്നാൽ അവിടെ കഥ അവസാനിക്കുന്നില്ല. അവിടെയാണ്, ആ പശ്ചാത്തലത്തിലാണ് യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം, സുവിശേഷം, സത്വർത്തമാനം, സുവാർത്തയായി മാറുന്നു, നല്ല വർത്തമാനമായി മാറുന്നു. ഈ പാപം എന്ന് പറയുന്ന പശ്ചാത്തലം, വരുവാനിരിക്കുന്ന ശിക്ഷാവിധിക്ക് നമ്മൾ അർഹരാണ്, നമ്മളെല്ലാം പാപികളാണ്, നമുക്ക് പ്രവൃത്തികളാൽ രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല എന്നുള്ള കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മൾ പഠിച്ച സത്യത്തിന്റെ പശ്ചാത്തലത്തിലെ യേശുക്രിസ്തുവിലൂടെ ദൈവം ചെയ്തിരിക്കുന്ന പ്രവൃത്തിക്കും അവൻ നൽകുന്ന ദാനത്തിനും സത്വർത്തമാനം, നല്ല വർത്തമാനം, സന്തോഷ വർത്തമാനം എന്നുള്ള യഥാർത്ഥ അർത്ഥവും നമ്മൾ അതിൻ്റെ യഥാർത്ഥ പ്രസക്തിയും മനസ്സിലാക്കുകയുള്ളൂ. ഇപ്പോഴോ ഒരു പ്രതിവിധി ദൈവം അതാ കണ്ടിരിക്കുന്നു. മനുഷ്യർ നശിച്ചു പോകേണ്ട ആവശ്യമില്ല, രക്ഷിക്കപ്പെടുവാൻ ഒരു മാർഗം, ഒരു വഴി ദൈവമായിട്ട് നമുക്ക് തുറന്നു വന്നിരിക്കുന്നു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിച്ച 21-ാം വാക്യത്തിൽ തന്നെ ന്യായപ്രമാണം കൂടാതെ, ആ കൂടാതെ എന്ന പദം മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം വളരെ ശക്തമായ ഒരു പദമാണ്. അതിന്റെ അർത്ഥം പൂർണ്ണമായും വേറിട്ട. ഒരു ഉദാഹരണത്തിന് ഇതേ പദം എബ്രായർ 4:15 ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ യേശുക്രിസ്തു പാപരഹിതനാണെന്ന് പഠിപ്പിക്കാൻ എബ്രായ ലേഖന കർത്താവ് എബ്രായർ 4:15 പറഞ്ഞിരിക്കുന്നത്, അവൻ പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. പാപമൊഴികെ അവൻ പരീക്ഷിക്കപ്പെട്ടു. അവൻ പല പരിശോധനയിലൂടെയും കടന്നുപോയി. അവനെ പൈശാചികൻ പ്രലോഭിപ്പിക്കാനൊക്കെ നോക്കിയെങ്കിലും അവൻ പാപം ചെയ്തില്ല. നമ്മളെപ്പോലൊക്കെ തന്നെയാണെങ്കിലും ഒരു കാര്യത്തിൽ നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടും വ്യത്യസ്തനാണ് യേശുക്രിസ്തു. അവൻ പാപം ചെയ്തിട്ടില്ലാത്തവനാണ്, അവൻ നിർമ്മലനാണ്, അവൻ പാപമില്ലാത്തവനാണ്. അല്ലേ? അപ്പൊ അവിടെ പറഞ്ഞിരിക്കുകയാണ് പാപം ഒഴികെ. ആ ഒഴികെ എന്നുള്ള അതേ പദം തന്നെയാണ് നമ്മുടെ ഈ വാക്യത്തിൽ ന്യായപ്രമാണം കൂടാതെ എന്ന് പറയുമ്പോൾ. അല്ലെ? അപ്പൊ ഒഴികെ എന്നുള്ള പദത്തിന്റെ അർത്ഥം യേശുക്രിസ്തു പാപത്തിൽ നിന്നും തികച്ചും വേറിട്ടവനായിരുന്നു. അപ്പൊ അതേ അർത്ഥത്തിൽ, അതേ മാനദണ്ഡത്തിൽ ഈ വാക്യം ഒന്ന് മനസ്സിലാക്കിയാൽ എന്താണ് അർത്ഥം? ന്യായപ്രമാണം കൂടാതെ, അല്ലെ ന്യായപ്രമാണത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീതിയാണ് നമുക്ക് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്നത്. അതായത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികൾ കൂടാതെയുള്ള
ഒരു നീതീകരണം. അതായത് അനുസരിച്ച് മനുഷ്യൻ നേടിയെടുക്കുന്ന നീതിയല്ല ഇത്. നമ്മൾ അനുസരിച്ച്, യേശുക്രിസ്തുവിന്റെ അനുസരണമുണ്ട്, പക്ഷെ നമ്മൾ അനുസരിച്ചല്ല ഈ നീതീകരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നീതി നമ്മൾ പ്രാപിച്ചെടുക്കുന്നത്. രക്ഷ അനുസരണത്തിലൂടെയല്ല, രക്ഷ പ്രവൃത്തിയിലൂടെയല്ല, ആചാരത്തിലൂടെയല്ല, അല്ലേ? അപ്പോൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളുമായി യാതൊരു ബന്ധവുമില്ല. ഒരർത്ഥത്തിലും അത് പ്രവൃത്തികളാലുള്ള ഒരു നീതിയല്ല. അതാണ് മനസ്സിലാക്കേണ്ട അർത്ഥം ഇവിടെ. എന്നാൽ ഒരു ബന്ധവുമില്ല ന്യായപ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം 22-ാം വാക്യം, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. പഴയ നിയമത്തിലെ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ ഉളവാക്കിയെടുക്കുന്ന ഒരു നീതിയാൽ അല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നതെങ്കിലും പഴയ നിയമം അതുകൊണ്ട് നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ഈ പറയുന്ന 39 പുസ്തകങ്ങൾ. കാരണം എന്താണ്? ഈ പഴയ നിയമം ഇതേ രക്ഷ സാക്ഷീകരിക്കുന്നു. ഇത് നമ്മൾ 1-ാം അധ്യായത്തിൽ കണ്ടതാ. 1-ാമത്തെ പാഠം പോയി നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും. 1-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ്, വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ സുവിശേഷം. അപ്പൊ സുവിശേഷം അതിന്റെ പൂർണ്ണതയിൽ യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തിന് ശേഷമാണ് സംഭവിച്ചതൊക്കെ ആണെങ്കിലും തത്വത്തിൽ ഇതേ രക്ഷാ സന്ദേശം വാഗ്ദത്തമായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് ന്യായപ്രമാണം കൂടാതെയുള്ളൊരു രക്ഷയാണേലും ന്യായപ്രമാണം, അതായത് പഴയ നിയമം സാക്ഷീകരിക്കുന്ന ഒരു രക്ഷ തന്നെയാണ്. ഈ വിഷയം എങ്ങനെയാണ് പഴയ നിയമത്തിൽ ഇതേ സുവിശേഷം അടങ്ങിയിരിക്കുന്നത്? അല്ലെങ്കിൽ സുവിശേഷം ഒരു പുതുപുത്തൻ സന്ദേശമല്ല, ബൈബിളിൽ ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ, പഴയതായാലും പുതിയതായാലും എന്നൊക്കെ ഉള്ളത് അടുത്ത അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ കടക്കുമ്പോൾ പൗലോസ് അത് തന്നെയാണ്. ഇത് ഞാനീ പഠിപ്പിക്കുന്നത് ഞാനായിട്ടുണ്ടാക്കിയ ഏതെങ്കിലും പുതിയ ഉപദേശമൊന്നുമല്ല, പഴയ നിയമത്തിലും അടങ്ങിയിരിക്കുന്ന അതേ ഉപദേശം തന്നെയാണെന്ന് അടുത്ത ആഴ്ചയിലെ നമ്മുടെ വേദഭാഗത്തിൽ നമ്മൾ അത് കാണുവാനിടയാകും. ഇനി 23-ാം വാക്യത്തിലേക്ക് കടന്നു വരിക. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു സത്യമാണ്. യഹൂദനാകട്ടെ യവനനാകട്ടെ 3:9 കണ്ടതാണ്, സകലരും പാപത്തിൻ കീഴാകുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ പാപത്തിന് കീഴാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിന്റെ അധീനതയിൽ, അടിമത്വത്തിന് കീഴാകുന്നു എന്നുള്ളതാണ്. ഇവിടെ 3:23 അതിനോട് ചേർന്ന് പോകുന്ന സമാന്തര സത്യം എന്ന് മാത്രമല്ല, പാപത്തിന്റെ ഒരു പ്രകൃതത്തിന് കീഴിൽ മാത്രമെന്നല്ല, ശരിക്കും അത് നിമിത്തം പാപപ്രവൃത്തികളിലും സകലരും ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? സകലരും പാപം ചെയ്തും പാപികളാണ്. അപ്പൊ പ്രകൃതം മാത്രമല്ല, ഇവിടെ സകലരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പ്രയോഗം റോമാലേഖനത്തിൽ ഇതുകൂടാതെ വേറെ ഒരൊറ്റ വാക്യത്തിലേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. റോമർ 10:12 പൗലോസ് ഇതേ പദപ്രയോഗം വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ മാത്രമേ പിന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് ഏത് വാക്യമാണെന്നറിയാം? റോമർ 10:12 ഇങ്ങനെയാണ് പറയുന്നത്, യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, ഒരു വ്യത്യാസവുമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. അപ്പൊ റോമർ 3:23 പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ്. എന്നാൽ 10:12 പറഞ്ഞിരിക്കുന്നത് അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും കൃപ നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. അപ്പോ അതാണ് അതിന്റെ മറുവശം. മനുഷ്യർക്കിടയിൽ രക്ഷയുടെ ആവശ്യകതയിൽ വ്യത്യാസമില്ല എന്ന് മാത്രമല്ല, ആ ആവശ്യം നിറവേറ്റുവാൻ ദൈവത്തിന്റെ കഴിവിലും വ്യത്യാസമില്ല. യഹൂദനാകട്ടെ യവനനാകട്ടെ സകല മനുഷ്യരും പാപികളാണ്. യഹൂദനാകട്ടെ യവനനാകട്ടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെയും രക്ഷിക്കുവാൻ അവൻ സമ്പന്നനും. നമ്മുടെ ദൈവത്തിന് സ്തോത്രം. ഇനി ഏറ്റവും കാതലായ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അല്പസമയം നമ്മൾ ഇന്നത്തെ പഠനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ പോകുന്നത് അടുത്ത വാക്യമാണ്, 24-ാം വാക്യം. ഇത് അടുത്ത വാക്യമാണേലും 23-ാം വാക്യത്തിൽ കണ്ട വാചകത്തിന്റെ തുടർച്ചയാണ്. ഒരേ വാചകമാണ് 23-ഉം 24-ഉം. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഇവ മലയാളം ബൈബിളിലെ 24-ാം വാക്യം അവന്റെ കൃപയാൽ എന്നും പറഞ്ഞങ്ങ് തുടങ്ങുകയാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 23-ാം വാക്യത്തിൽ തുടങ്ങിയ വാചകത്തിന്റെ തുടർച്ചയാണ്. അപ്പൊ അത് എങ്ങനെ വായിക്കേണ്ടതെന്ന് വെച്ചാൽ 23 പറഞ്ഞിരിക്കുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. അതേ എല്ലാവരും, അപ്പൊ എല്ലാവരും എന്ന് പറഞ്ഞിരിക്കുന്ന പ്രയോഗം ഈ വാക്യത്തിൽ 24 കൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടുന്നതും ഒരേപോലെ തന്നെയാണ്. വിശ്വസിക്കുന്ന എല്ലാവരും ഒരുപോലെ എല്ലാ മനുഷ്യരും ഒരുപോലെ പാപികളാണ്. എന്നാൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരുപോലെ രക്ഷിക്കപ്പെടും. ഇതാണ് 23, 24 കൂടെ പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു മൊത്തചിത്രം. അപ്പൊ എങ്ങനെ അവർ രക്ഷിക്കപ്പെടുന്നത്? എല്ലാവരും അവന്റെ കൃപയാൽ ക്രിസ്തയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം.
ഈ കഴിഞ്ഞ 3 അധ്യായമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരും നീതീകരിക്കപ്പെടുകയില്ല, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടൊന്നും കഴിയത്തില്ല, അയ്യോ എന്ന് പറഞ്ഞിരുന്ന് ഇപ്പോഴതാ സത്വർത്തമാനം വന്നിരിക്കുകയാണ്. എങ്ങനെ നമുക്കൊരു നീതീകരണം ലഭിക്കും? സൗജന്യമായൊരു നീതീകരണം ലഭിക്കും. അപ്പോൾ എല്ലാവരും ഒരുപോലെ പാപികളായിരിക്കുന്നത് പോലെ തന്നെ രക്ഷിക്കപ്പെടുവാനും ഒരേ ഒരു മാർഗമേ എല്ലാവർക്കും ഉള്ളൂ. ഏതാണത്? യേശുക്രിസ്തുവിലുള്ള ദൈവകൃപയാൽ ലഭിക്കുന്ന സൗജന്യ നീതീകരണം ആണ് നമ്മുടെ ഇന്നത്തെ കാതലായ വിഷയം. ഇവിടെ ഈ വാക്യം കൂടുതൽ വിശദീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കണ്ടോ? കൃപയാൽ, അവന്റെ കൃപയാൽ. നിങ്ങൾ എത്ര പേര് ഇത് ബൈബിളിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെ ആരും ഇത് പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ പഠനത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, കൃപ എന്ന വാക്ക് അത് എല്ലാ ബൈബിൾ പുസ്തകത്തിലും ഒരുപോലെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കല്ല. ആശയം എല്ലാ ബൈബിൾ പുസ്തകത്തിലും ഉണ്ട്. ബൈബിളിലുള്ള 66 പുസ്തകത്തിലും കൃപയുടെ ആശയം നമുക്ക് കാണാൻ കഴിയും. പക്ഷെ കൃപയെന്ന വാക്കും കൃപയുടെ ഉപദേശവും എല്ലാ പുസ്തകത്തിലും ഒരുപോലെ അല്ല പഠിപ്പിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടെന്നല്ല, അതിന് ഊന്നൽ കൊടുക്കുന്നത് പല രീതിയിലായിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കൃപ എന്നുള്ളൊരു വാക്ക് നിങ്ങൾ എടുത്ത് നിങ്ങളുടെ ബൈബിളിലൊക്കെ ഉള്ള ആപ്പിലൊക്കെ നോക്കിയാൽ, അത് പ്രത്യേകിച്ച് യവന ബൈബിളിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ മലയാളമോ ഇംഗ്ലീഷോ ഒന്നുമല്ല. കൃപ എന്നുള്ള പദം മത്തായിലും മർക്കോസിലും ഒരു പ്രാവശ്യം പോലും ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം കൃപയില്ലെന്നല്ല, കൃപയുടെ ആശയമുണ്ട്. പക്ഷെ കൃപ എന്നുള്ള വാക്ക് ആ 2 സുവിശേഷത്തിലും ഉപയോഗിച്ചിട്ടേയില്ല, ഒരൊറ്റ വാക്യമില്ല. പിന്നെ അത് കഴിഞ്ഞ് ലൂക്കോസിലേക്ക് കടന്നു വരുമ്പോൾ 8 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതലും എന്താണ്? കൃപ എന്നുള്ള അർത്ഥമല്ല, അത് ദൈവപ്രസാദം എന്നൊക്കെ ഉള്ള ഒരർത്ഥത്തിലാണ്. ഒരൊറ്റ വാക്യം എങ്ങാണ്ട് എനിക്ക് എൻ്റെ ഓർമ്മയിൽ അത് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവകൃപ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാനിൽ 1-ാം അധ്യായത്തിൽ 3 പ്രാവശ്യം കൃപ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ 17 തവണ ലൂക്കോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊരു 11 തവണ ദൈവകൃപയെ സൂചിപ്പിക്കുന്നതാണ്. മൊത്തം പുതിയ നിയമം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ദൈവകൃപ എന്നുള്ള പദം, അതും നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രക്ഷയുടെ വിഷയവുമായിട്ട് ചേർത്ത് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ദൈവകൃപ എന്നുള്ള അർത്ഥത്തിൽ, അല്ലാതെ കൃപയെന്ന് യവനപദത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതിന് സ്തോത്രം പറച്ചിലിനും അല്ലെങ്കിൽ ഒരു പ്രസാദം, അതിപ്പോൾ ദൈവപ്രസാദം തന്നെ ആവണമെന്നില്ല, വലിയ ഭരണാധികാരികളുടെ പ്രസാദം, അത് പ്രവൃത്തികളിലൊക്കെ അങ്ങനെ ഉണ്ട്, ചക്രവർത്തിയുടെ പ്രസാദം എന്നൊക്കെയുള്ള അർത്ഥത്തിലുണ്ട്. അങ്ങനെ ഒന്നുമല്ലാത്ത, അങ്ങനത്തെ അർത്ഥ വകഭേദങ്ങളൊന്നുമല്ല. ശരിക്കും ദൈവത്തിന്റെ കൃപ എന്നുള്ള അർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത് ഒരൊറ്റ വ്യക്തിയാണ് പുതിയ നിയമത്തിൽ. അത് വേറെ ആരുമല്ല, പൗലോസാണ്. പൗലോസിന്റെ ലേഖനങ്ങളിൽ 96 പ്രാവശ്യം കൃപ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 15 പ്രാവശ്യമേ ഈ നേരത്തെ പറഞ്ഞ മറ്റർത്ഥത്തിൽ പൗലോസ് ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് 81 തവണയും ദൈവകൃപ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ശരിയായ കൃപയുടെ ഉപദേശത്തിന്റെ വെളിച്ചത്തിലാണ്, യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന കൃപ എന്നുള്ളത്. ഇനി ഈ 81 പ്രാവശ്യം പൗലോസ് ഉപയോഗിച്ചതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കൃപ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് റോമാലേഖനത്തിലാണ്. റോമാലേഖനത്തിലാണ് പൗലോസ് ദൈവകൃപ ഏറ്റവും ശക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ റോമാലേഖനത്തിലെ 22 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ 1-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. 4-ാം വാക്യത്തിൽ ഒരു അഭിവന്ദനം, നിങ്ങൾക്ക് കൃപയുണ്ടാകട്ടെ, റോമാക്കാരെ നിങ്ങൾക്ക് കൃപയുണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, അല്ലെ, ഒരു ഗ്രീറ്റിംഗ് കൊടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് 6-ാം വാക്യത്തിൽ ഞങ്ങൾക്ക് അപ്പോസ്തലത്വവും കൃപയും യേശുക്രിസ്തുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു, തൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും തൻ്റെ വ്യക്തിപരമായ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ 2 പ്രാവശ്യം 1-ാം അധ്യായത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ കൃപ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 3-ാം അധ്യായത്തിലെ 24-ാം വാക്യത്തിലാണ്. ഈ 1-ാം അധ്യായം 6-ാം വാക്യം കഴിഞ്ഞ് ഇതുവരെ കൃപ എന്നുള്ള വാക്ക് പൗലോസ് ഉപയോഗിച്ചിട്ടില്ല. 3-ന്റെ-24 വരുമ്പോഴാണ് വീണ്ടും കൃപ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് റോമാലേഖനത്തിൽ ആദ്യമായിട്ട് ഉപദേശപരമായിട്ട് താൻ കൃപ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 3-ന്റെ-24 വളരെ കാതലായ വാക്യമാണ്. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ തവണ ദൈവകൃപ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്ന അപ്പോസ്തലൻ തൻ്റെ കൃപയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ലേഖനത്തിൽ ആദ്യമായിട്ട് അടിസ്ഥാനപരമായിട്ട് അത് അവതരിപ്പിച്ചിരിക്കുന്ന വാക്യമാണ് 3-ന്റെ-24. അപ്പോൾ നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ പ്രാവശ്യം ദൈവകൃപ ഉപയോഗിച്ചിരിക്കുന്ന അപ്പോസ്തലൻ താൻ ഏറ്റവും കൂടുതൽ ഈ പദം ഉപയോഗിച്ചിരിക്കുന്ന തൻ്റെ ലേഖനമായ റോമറിൽ ഉപദേശപരമായി താൻ പറയുന്ന ആദ്യവാക്യം, അടിസ്ഥാന വാക്യമാണ് 3-ന്റെ-24. അപ്പോൾ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തുവിൽ നമുക്കുള്ള ദൈവകൃപ എന്താണെന്ന് മനസ്സിലാക്കാൻ
ഈ 24-ാം വാക്യം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത് ഈ പശ്ചാത്തലം പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. ഇത് സാധാരണ പൗലോസിന്റെ 1000 വാക്യങ്ങളിൽ ഒരു വാക്യം എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കരുത്. ഇത് വളരെ കാതലായ വാക്യമാണ്. അപ്പൊ ഈ വാക്യം പഠിച്ചാൽ ഉപദേശപരമായിട്ട് പുതിയ നിയമത്തിൽ ദൈവകൃപ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാവും. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം, എന്താണ് ഈ ദൈവകൃപ, അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, അവന്റെ കൃപയാൽ നമുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാപികളാണ്, നമ്മളെല്ലാവരും പാപത്തിന്റെ കീഴിലാണ്, നമ്മൾ ശിക്ഷാവിധിയിലേക്ക് കടന്നു പോകാൻ പോവാണ്. പക്ഷേ ഇവിടെ ദൈവം കൃപ നൽകുകയാണ്. എന്താ കൃപ നൽകാൻ കാരണം? അടുത്ത പ്രയോഗം നോക്കിയേ, ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം, വീണ്ടെടുപ്പ് കാരണം, അല്ലേ? അപ്പൊ ക്രിസ്തുയേശുവിൽ ഒരു പ്രവൃത്തി സംഭവിച്ചത് കൊണ്ടാണ് നമ്മളോട് ദൈവത്തിന് കൃപ കാണിച്ച് നമുക്ക് സൗജന്യ നീതീകരണം തരുവാൻ കഴിയുന്നത്. ഇനി ഇവിടെ അടുത്തൊരു വാക്ക് വന്നിരിക്കുകയാണ്, വീണ്ടെടുപ്പ്. എന്താണ് ഈ വീണ്ടെടുപ്പ്? വീണ്ടെടുപ്പ് ആദിമ നൂറ്റാണ്ടിലൊക്കെ ചന്തയിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ്. വില കൊടുത്ത് ഒരു വിടുതൽ സമ്മാനിക്കുക. പ്രത്യേകിച്ച് ഈ അടിമകളെയൊക്കെ നമ്മൾ വില കൊടുത്തിട്ട് അവനെ അടിമത്വത്തിൽ നിന്ന് നമ്മൾ പുറത്തു കൊണ്ടുവരിക, അല്ലെ? അതിപ്പോ ഒരു അടിമ തന്നെ ആകണമെന്നില്ല, നാൽക്കാലികൾ, അങ്ങനെ പല വിഷയത്തിൽ അത് വരാം. എന്തായാലും ഒരു കമേർഷ്യൽ വാക്കാണ്, നമ്മുടെ വ്യാപാര കേന്ദ്രങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ഒരു വാക്കാണ്. പിന്നീട് അത് ബൈബിളിലൂടെ നമ്മുടെ ദൈവശാസ്ത്രപരമായിട്ടുള്ളതും ഉപദേശപരമായിട്ടുള്ള ഒരു പദമായി മാറിയത് വീണ്ടെടുപ്പ്, അല്ലെ? അപ്പൊ അതിന്റെ മൂലപദം സൂചിപ്പിക്കുന്നത് വില കൊടുത്തു ലഭിക്കുന്ന ഒരു വിടുതലിനെയാണ്. എന്നാൽ അത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ആലങ്കാരികമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? പരിശുദ്ധനായ ദൈവത്തിന്റെ കോപത്തിൽ നിന്നും പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്നും ക്രിസ്തുവിന്റെ വിലയേറിയ മരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വിടുതലിനെയാണ് വീണ്ടെടുപ്പ് സൂചിപ്പിക്കുന്നത്. വരുവാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് ക്രിസ്തു വില കൊടുത്തത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വിടുതൽ, വില കൊടുത്തു ലഭിക്കുന്ന വിടുതൽ. പക്ഷെ വില കൊടുത്തത് യേശു ക്രിസ്തുവാണ്, നമുക്കാണ് വിടുതൽ കിട്ടുന്നത്. എവിടുന്നാ വിടുതൽ കിട്ടുന്നത്? വരുവാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന്. അതാണ് വീണ്ടെടുപ്പ് എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ ആ വാക്യം നോക്കിയാൽ, ക്രിസ്തയേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന വിടുതൽ നിമിത്തം അവൻ നമ്മളോട് കൃപ കാണിക്കുന്നു. അത് നിമിത്തം നമുക്ക് എന്ത് ലഭിക്കുന്നു? സൗജന്യമായ നീതീകരണം, അല്ലെ? അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പോ നീതീകരണം നമ്മൾ നേടിയെടുക്കുന്നതല്ല, ദാനമായിട്ട് നമുക്ക് നൽകപ്പെടുന്നത്. സൗജന്യ ദാനമാണ്. രക്ഷ പ്രവർത്തിച്ച് നേടിയെടുക്കേണ്ട ഒരു പ്രവൃത്തിയല്ല, ഒരു മാനുഷിക ഒരു പ്രവൃത്തിയല്ല. നമ്മൾ പിടിച്ചെടുത്തു എന്നൊക്കെ പറയുന്ന, അല്ലെ, ഒരു ഹ്യൂമൻ അക്കംപ്ലിഷ്മെന്റ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അല്ല, പകരം ദൈവം ദാനമായിട്ട്, സൗജന്യമായിട്ട്, കടമായിട്ട്, കൃപയാൽ നമുക്ക് നൽകുന്ന ഒന്നാണ്. എങ്ങനെ? നീതീകരണം. എന്താണ് നീതീകരണം? നീതിമാനായിട്ട് എണ്ണുക, നീതിമാനാണെന്ന് ദൈവം പ്രസ്താവിക്കുക, അതാണ് നീതീകരണം. പക്ഷെ നീതീകരണം എങ്ങനെ പ്രസ്താവിക്കുന്നത്? കൃപയാൽ, ദാനമായിട്ട്, കടമായിട്ട്, മറ്റൊരുവന്റെ പ്രവൃത്തി നിമിത്തം. ആരാണ് ഈ മറ്റൊരുവൻ? യേശു ക്രിസ്തു. മനസ്സിലാവുന്നുണ്ടോ? ഇനി 25-ഉം 26-ലേക്കും കടന്നു വരാം. ഇതും ഒരു ഒറ്റ വാചകമാണ്, എന്നാൽ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ളതുമാണ്. എങ്ങനെയാണ് ഈ യേശുക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ് നമ്മളെ നീതീകരിക്കുന്നതെന്ന് വെളിപ്പെടുത്താനാണ് ഈ 2 വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിലുള്ള ഈ വീണ്ടെടുപ്പ് നമ്മുടെ നീതീകരണത്തെ എങ്ങനെ വെളിപ്പെടുത്തുന്നു എന്നതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഇവിടെ യേശുവിന്റെ രക്തത്തിലൂടെ നമുക്ക് എന്തുണ്ട്? പ്രായശ്ചിത്തം ദൈവം പകർന്നു തരുന്നുണ്ട്, അല്ലെ? യേശുവിന്റെ രക്തത്തിലൂടെ ദൈവക്രോധത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ഒരു പാപപരിഹാര യാഗം നമുക്കുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ 2 കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, പിന്നെ യഥാർത്ഥത്തിൽ യവന ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ യവന ഭാഷയിൽ എഴുതി വച്ചിരിക്കുന്ന വാക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ വളരെ പ്രയാസമുള്ള ഒരു വാക്കാണ്. അതിന്റെ ഒരു അർത്ഥം പൊതുവായി പറഞ്ഞാൽ, ദൈവക്രോധം നീക്കി ദൈവപ്രസാദം ഉളവാക്കുന്ന ഒരു പരിഹാര യാഗം. അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലഭാഷയിലെ പദത്തിന്റെ അർത്ഥം. ദൈവക്രോധം നീക്കി ദൈവപ്രസാദം ഉളവാക്കുന്ന ഒരു പാപപരിഹാര യാഗം. അതിന് മലയാളം ബൈബിള് തർജ്ജമ ചെയ്തവർ കണ്ട ഏറ്റവും യോജിച്ച പദമായിട്ട് അവർ കണ്ടത് പ്രായശ്ചിത്തം എന്നുള്ള വാക്കാണ്. ഈ പ്രായശ്ചിത്തം എന്ന മലയാള വാക്കും എത്ര പേർക്ക് അതിന്റെ
നിഘണ്ടു തലത്തിലുള്ള അർത്ഥം അറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് പ്രായശ്ചിത്തം? ഞാൻ അതുകൊണ്ട് തന്നെയാണ് അതവിടെ ആ വാക്കിന്റെ അർത്ഥം നമ്മളൊരു ഡിക്ഷണറി എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഒരു കുറ്റമോ പാപമോ നീങ്ങിപ്പോകുന്നതിനായിട്ട്, തീരുന്നതിനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ പ്രതിവിധി. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ പിഴ. എന്താ പിഴ? ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ വീട്ടില്, അല്ലെ നിങ്ങളുടെ വീട്ടിലോ ആരുടെയെങ്കിലും വീട്ടില് KSEB കറണ്ട് ബില്ല് ഓരോ 2 മാസം കൂടുമ്പോഴും നമുക്ക് കൊണ്ട് തരും. നമ്മളത് വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നതല്ലാതെ ബില്ല് അടയ്ക്കുന്നില്ല. ഒരു 6 മാസം അങ്ങനെ പോയെന്ന് വെച്ചോ, 3 ബില്ലായി, ഇതുവരെ ഒന്നും അടച്ചിട്ടില്ല. 6 മാസം കഴിഞ്ഞാണ് ഓർത്തത്, അയ്യോ ബില്ല് അടയ്ക്കണം. അപ്പോൾ നമ്മൾ KSEB ഓഫീസിൽ പോവുകയോ ഫോണിൽ കൂടെയോ ഈ പറഞ്ഞിരിക്കുന്ന 3 ബില്ലിലെയും അങ്ങ് പൈസ അങ്ങ് അടച്ചാൽ മതിയോ? പോരാ. ബില്ല് അടച്ചെങ്കിലും അതുകൂടാതെ ഇത്രയും മാസം അടയ്ക്കാതിരുന്നതിന് ഒരു പിഴയും കൂടെ കെട്ടണമെന്ന് പറയും, അല്ലേ? നമ്മൾ വരുത്തി വെച്ച ആ ലാപ്സിന്, അതായത് ഈ കൊടുക്കാതിരുന്നതിന് ഒരു പിഴയും കൂടെ കെട്ടണമെന്ന് പറയും, അല്ലേ? അതാണ് ഇവിടെ ആ വാക്കിന്റെ ഒരർത്ഥം. ഈ പ്രായശ്ചിത്തം എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്തതിന് ശരിക്കും ചെയ്യേണ്ട എന്തായിരുന്നു എന്നുള്ളത് ചെയ്താൽ മാത്രം പോരാ, ബില്ലടയ്ക്കുക. ഇനി ആ തെറ്റ് ചെയ്തതിന്റെ ആ കുറ്റം നീങ്ങിപ്പോവാൻ ഒരു പ്രതിവിധി, ഒരു പിഴ കെട്ടുകയും കൂടെ വേണം. ഇനി അതിന്റെ വെളിച്ചത്തിൽ ഈ വാക്യം നോക്കിയേ, തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം. അപ്പൊ വിശ്വസിക്കുന്നവർക്ക് ദൈവം തന്നെ ഒരു പ്രായശ്ചിത്ത മാർഗം കണ്ടുവച്ചിട്ടുണ്ട്. അല്ലെ നമ്മളല്ല തീരുമാനിക്കുന്നത്, ഞാൻ പാപം ചെയ്തു, ഇനി ദൈവത്തെ ഒന്ന് കോപത്തിൽ നിന്ന് മാറ്റി ദൈവത്തിന് എന്നോട് പ്രസാദം തോന്നുവാൻ ഞാൻ എന്ത് പ്രവൃത്തി ചെയ്യണം എന്നല്ല നമ്മൾ ചോദിക്കുന്നത്. കാരണം നമുക്കൊരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റത്തില്ല. പാപപ്രകൃതത്തിന്റെ അടിമത്തത്തിന് കീഴിലായവർ പ്രായശ്ചിത്തം എന്നും പറഞ്ഞു വല്ല നല്ല കാര്യം ചെയ്യാൻ പോയാൽ പോലും അതിലും പാപം കാണും. നമ്മൾ എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് നമ്മളെല്ലാവരും പാപികളാണ്, ദൈവം നമ്മളെ ശിക്ഷിക്കും, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ മാനസാന്തരപ്പെടാം എന്ന് ജഡത്തിൽ തീരുമാനിച്ചാൽ നമ്മുടെ മാനസാന്തരത്തിലും പാപം കാണും. നമ്മൾ വളരെ സ്വയകേന്ദ്രീകൃതമായിട്ട് അങ്ങോട്ട് മാനസാന്തരപ്പെടും, അതും ദൈവസന്നിധി പാപമാണ്. അതുകൊണ്ട് പാപപ്രകൃതത്തിലായിരിക്കുന്ന നമുക്ക് പരിപൂർണ നീതി കാഴ്ചവെക്കുന്ന ഒരു പ്രായശ്ചിത്ത കർമ്മവും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം തന്നെ നമുക്ക് പാപപരിഹാര യാഗം, ഒരു പ്രായശ്ചിത്തം പകർന്നു തന്നിട്ടുണ്ട്. എന്താണത്? അതാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം. ഒന്ന് വായിച്ച ആ വാക്യം വീണ്ടും, 25-ാം വാക്യം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഈ സുവിശേഷം വിശ്വസിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്റെ പ്രായശ്ചിത്തമായി ദൈവം കണക്കിടും, അല്ലേ? ഞാൻ സുവിശേഷം കേൾക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രതികരിക്കുകയാണ്, കർത്താവേ, അതേ കർത്താവേ, എനിക്ക് രക്ഷിക്കപ്പെടാൻ വേറൊരു മാർഗവുമില്ല, ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം എൻ്റെ പിഴകെട്ടൽ, എൻ്റെ പാപ പരിഹാര യാഗമായി, എൻ്റെ പ്രായശ്ചിത്തമായി ദൈവം കണക്കിടും. നിന്റെ പാപത്തിന് വേണ്ടിയിട്ടാ യേശു മരിച്ചതെന്ന് അങ്ങ് എണ്ണും, അല്ലേ? നിന്റെ വിടുതലിന് വേണ്ടിയിട്ടാണ് അവൻ അന്ന് വില കൊടുത്തതെന്ന് ദൈവം അങ്ങ് കണക്കെഴുതും. അതാണ് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകും, അല്ലെ? അപ്പോ യേശുക്രിസ്തുവിന്റെ പരിപൂർണമായുള്ള യാഗം നിമിത്തം എനിക്ക് പരിപൂർണതയുള്ള ഒരു പ്രായശ്ചിത്തം ദൈവസന്നിധി കഴിക്കാൻ പറ്റും. അത് നിമിത്തം എൻ്റെ ശിക്ഷ നീങ്ങും, അല്ലെ? പ്രായശ്ചിത്തം എന്താണ്? കുറ്റമോ പാപമോ തീരുന്നതിനായി ചെയ്യുന്ന പ്രവർത്തനം. അപ്പൊ കുറ്റവും തീർന്നു, പാപവും തീർന്നു, ഇനി എനിക്കൊരു ശിക്ഷയുമില്ല. ക്രിസ്തുവിൽ എന്നെ ഇനി ദൈവത്തിന് നീതിമാനായിട്ട് എണ്ണാം. ന്യായമായ ശിക്ഷാവിധി നീങ്ങിപ്പോയിട്ട് ദൈവത്തിന് നീതിമാനായിട്ട് ഇരുന്നു കൊണ്ട് തന്നെ എന്നെ നീതീകരിക്കാൻ പറ്റും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഒരു രീതിയിലും ഒരു വിട്ടുവീഴ്ചയും നടത്തേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ പാപമെല്ലാം പരിപൂർണമായ ഒരു നീതിക്ക് കീഴിൽ അതിനുവേണ്ട ദണ്ഡനം ക്രൂശിൽ പകരക്കാരൻ സഹിച്ചു. അപ്പോ ഒരു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, എടാ നിന്റെ ഈ പാപത്തിന് ആരാടാ വില കൊടുത്ത? നീ ഒന്നും ചെയ്തില്ലല്ലോ, യേശുക്രിസ്തു മരിച്ചു, അതാണ് എൻ്റെ പ്രായശ്ചിത്തം. എൻ്റെ പ്രായശ്ചിത്തം ക്രൂശ. എനിക്ക് വേണ്ടി പകരക്കാരൻ അടികൊണ്ടു, അവൻ മരിച്ചു, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞത്, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ദൈവം തന്റെ നീതിയെ പ്രദർശിക്കും. ദൈവത്തിന് ഒരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നില്ല. അയ്യോ എല്ലാവരും രക്ഷിക്കും, യുവമാരെല്ലാം, അയ്യോ ഇവരെല്ലാം പാപത്തിൽ വീണു, ഇവരെല്ലാം അങ്ങ് ശിക്ഷാവിധിയിൽ വിട്ടുകഴിഞ്ഞാൽ ആരും കാണത്തില്ല, ഞാൻ ഇവരെ കുറച്ചൊരു രക്ഷിക്കും, ഞാൻ കുറച്ച് ദയ കാണിക്കാമെന്ന് ദൈവം വെറുതെ അങ്ങ് തീരുമാനിച്ചാൽ, യേശുക്രിസ്തുവിന്റെ മരണമില്ലാതെ ദൈവം അങ്ങ് വെറുതെ കുറച്ച് ദയ അങ്ങ് കാണിച്ച് എല്ലാവരും അങ്ങ് രക്ഷിക്കാമെന്ന് തീരുമാനിച്ചാൽ ദൈവം തന്റെ വിശുദ്ധിയെ വിട്ടുകളയുകയാണ്. അതെങ്ങനെ പറ്റും? വിശുദ്ധനായ നീതിമാനായ ദൈവത്തിന് പാപത്തെ ശിക്ഷിച്ചേ പറ്റത്തുള്ളൂ, അല്ലെ അവൻ നീതിമാനല്ല, അവൻ അനീതി പ്രവർത്തിക്കുന്ന ദൈവമായിരിക്കും. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എൻ്റെ നീതി അങ്ങ് സംരക്ഷിച്ച് കളയാം, എല്ലാവരെയും അങ്ങ് കൊന്നു കളയാം. അത് സ്നേഹമാകുന്ന, ദയയാകുന്ന ദൈവത്തിന് അതും പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളെയും
വിട്ടുകളയാതെ, വിട്ടുവീഴ്ച വരുത്താതെ എല്ലാം ഭംഗിയായിട്ട് പര്യവസാനിക്കുകയാണ് സുവിശേഷത്തിൽ. ദൈവത്തിന്റെ നീതി ദൈവം പ്രദർശിപ്പിച്ചോ? അതെ. എല്ലാ പാപങ്ങൾക്കും വേണ്ട ശിക്ഷ ക്രൂശിൽ കൊടുത്തു. അപ്പൊ പാപങ്ങൾ ശിക്ഷിക്കപ്പെട്ടോ? ശിക്ഷിക്കപ്പെട്ടു. അയ്യോ, പാപികളൊക്കെ രക്ഷിക്കപ്പെടണം. അതും ഇതിലൂടെ സംഭവിക്കും. അവരോട് ഞാൻ ദയ കാണിക്കും, അവർ വിശ്വസിക്കുമെങ്കിൽ ഇത് അവർക്ക് പ്രായശ്ചിത്തമായിട്ട് എണ്ണി അവരെ ഞാൻ രക്ഷിക്കും. അതുകൊണ്ടാണ് ദൈവം നീതിമാനുമാണ്, എന്നാൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുകയുമാണ്. അല്ലെ? അപ്പോൾ ദൈവം പാപത്തെ കൈകാര്യം ചെയ്യുന്നതിൽ നീതിമാനും പാപിയോട് കൃപയുള്ള ദാനമായി നീതീകരിക്കുന്നവനും ആണ്. ഇവിടെ ദൈവത്തിന്റെ ജ്ഞാനമാണ് ഈ വെളിപ്പെടുത്തൽ. ദൈവം എന്ത് ഭംഗിയായിട്ടാണിത്, അല്ലെ? ദൈവത്തിന്റെ ബുദ്ധി, അവന്റെ ജ്ഞാനം. ഈ സുവിശേഷം ദൈവം വിഭാവന ചെയ്തപ്പോൾ ദൈവം അതിൽ ഒരു അനീതിയും പ്രവർത്തിക്കുന്നില്ല. ദൈവം നീതിയും തന്റെ ദയയും തന്റെ സ്നേഹവും തന്റെ കൃപയും എല്ലാം ഒന്നിനു വേണ്ടി മറ്റൊന്ന് വിട്ടുവീഴ്ച ചെയ്തല്ല ഈ സുവിശേഷം ദൈവം ഉളവാക്കി വെച്ചിരിക്കുന്നത്, അല്ലെ? പക്ഷെ ഇതിനെല്ലാം മൂലകാരണം യേശുക്രിസ്തു നമുക്ക് പകരക്കാരനായിട്ട് വില കൊടുത്തു. അവൻ വില കൊടുത്തു മരിച്ച ആ മരണം നിങ്ങളുടെ പ്രായശ്ചിത്തമാകണമെങ്കിൽ നിങ്ങൾ ഈ സുവിശേഷം വിശ്വസിക്കണം. ഇത് വിശ്വസിച്ചാൽ നിങ്ങളുടെ പ്രായശ്ചിത്തമായിട്ട് ഈ ക്രൂശ് മരണത്തെ എണ്ണി നിങ്ങൾക്ക് പിന്നെ ശിക്ഷാവിധിയില്ല, പകരക്കാരനായ ശിക്ഷാവിധിയെല്ലാം നീക്കിക്കളഞ്ഞു. നിങ്ങൾക്ക് ദൈവം നീതിമാൻ എന്ന പുതിയ പട്ടം എഴുതി തരും. അപ്പൊ പാപികളാണെങ്കിലും ദൈവത്തിന് കൃപ കാണിക്കാൻ പറ്റും, അല്ലെ? നീതിയോടെ കൃപ കാണിക്കുവാൻ പറ്റും. ശരി, ഇനി ഇതിന്റെ വെളിച്ചത്തിൽ ഇനി ബാക്കിയുള്ള 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. അതായത് ഇത്രയും കണ്ട ഉപദേശത്തിന്റെ വെളിച്ചത്തിൽ പ്രവർത്തികളാലല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്ന നീതീകരണത്തിന്റെ സുവിശേഷം വിശദീകരിച്ച ശേഷം പൗലോസ് 3 ഉപസംഹാര ചോദ്യങ്ങൾ, കൺക്ലൂഡിങ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കണം. ആ ചോദ്യങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തട്ടെ. 27-ാം വാക്യത്തിലെ ചോദ്യം, ആകയാൽ പ്രശംസ എവിടെ? 29-ാം വാക്യത്തിലെ ചോദ്യം, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ ജാതികളുടെയും ദൈവമല്ലയോ? 31-ാം വാക്യത്തിലെ ചോദ്യം, ഇങ്ങനാണെങ്കിൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? യഥാർത്ഥ സുവിശേഷം നമ്മൾ കേട്ടല്ലോ. വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നു, അല്ലേ? നമ്മൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ പ്രശംസ എവിടെ? അല്ലെ? കൃപയാലുള്ള ഈ രക്ഷാപദ്ധതിയിൽ മനുഷ്യർക്ക് നിഗളിക്കാൻ എന്തെങ്കിലും ഒരു വകയുണ്ടോ? അല്ലെ? നമ്മളെല്ലാവരും സ്വമേധാ പാപികളും പാപത്തിന്റെ അടിമത്തത്തിലും വരുവാനിരിക്കുന്ന ശിക്ഷാവിധിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ദൈവം കൃപ തോന്നി യേശുക്രിസ്തുവിലൂടെ പ്രവർത്തിച്ചിട്ട്, പ്രവൃത്തിയാലല്ല വിശ്വാസത്താൽ നമുക്ക് നീതീകരണം പകർന്നു തരുമ്പോൾ ഇവിടെ മനുഷ്യന്റെ എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യന്റെ എന്തെങ്കിലും ഒരു സംഭാവനയുണ്ടോ? ഞാനിത് ചെയ്തോണ്ടാ എന്നെ യേശു രക്ഷിച്ചെന്ന് പറയാൻ പറ്റുമോ? അല്ലെ? ചിലർ പറയും വിശ്വസിച്ചോണ്ടാന്ന്. വിശ്വാസമല്ല നമ്മുടെ നീതീകരണത്തിന്റെ മൂല കാരണം. യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് മൂലം. വിശ്വാസം ഒരു മുഖാന്തരം മാത്രം, ഒരു മാധ്യമം മാത്രം, അല്ലെ? ഇപ്പൊ നിങ്ങൾ ഒരു കുപ്പിയിൽ നിന്ന് സ്ട്രോ ഇട്ട് വെള്ളം കുടിക്കുമ്പം നിങ്ങൾ ആരെങ്കിലും പറയോ ഈ സ്ട്രോ ആണ് എൻ്റെ ദാഹം മാറ്റുന്നത്? അല്ല, ആ കുടിക്കുന്ന വെള്ളമാണ് ദാഹം മാറ്റുന്നത്. ഈ സ്ട്രോ വെള്ളം കുടിക്കാനുള്ള ഒരു ഉപകരണം, ഒരു മുഖാന്തരം മാത്രം, അല്ലെ? അപ്പോ ഇതൊരു മുഖാന്തരം, വിശ്വാസം ഒരു മുഖാന്തരം മാത്രമാണ്. അല്ലാതെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ട അങ്ങനെയൊക്കെ ചില വിശ്വാസികൾ കോളർ വെക്കുന്ന കണ്ടിട്ടുണ്ട്. അതല്ല ശരിയായ ഉപദേശം. വിശ്വാസം വെറും ഒരു ഒഴിഞ്ഞ കൈ കയറി പിടിക്കുക, അത്രേ ഉള്ളൂ, അല്ലേ? ഞാനൊരു കുഴിയിൽ പോകുമ്പോൾ ഞാൻ കൈ ഇങ്ങനെ കൊടുത്തപ്പോൾ ഒരാൾ പൊക്കുന്നു, എൻ്റെ കൈയാണ് എന്നെ രക്ഷിച്ചെന്ന് ആരെങ്കിലും പറയും? ഇല്ല, വലിച്ചു കയറ്റിയവനാ പൊക്കിയത്. പിന്നെ അയാൾക്ക് പ്രവർത്തിക്കാൻ എൻ്റെ കൈ വേണം, അത്രേ ഉള്ളൂ. ഒരു ഉപകരണം മാത്രം, ഒരു മാധ്യമം, ഒരു മുഖാന്തരം മാത്രം. അപ്പൊ മനുഷ്യന്റെ എന്തെങ്കിലും സംഭാവന ഉണ്ടോ രക്ഷയിൽ? ഇല്ല. പിന്നെ ഇപ്പൊ എന്തോന്നെടുത്തിട്ട് വീമ്പ് പറയും? എന്നാൽ പ്രവൃത്തികളാലായിരുന്നു രക്ഷയെങ്കിൽ, അല്ലെ? ഞാൻ രക്ഷിക്കപ്പെട്ട, ഞാൻ ഇത് പ്രവർത്തിച്ചുകൊണ്ടാണ്, ഞാൻ ആ കൽപ്പന ചെയ്തത് കൊണ്ടാണ്, ഞാൻ യഹൂദനെ പോലെ ഞാൻ പരിച്ഛേദന ചെയ്തത് കൊണ്ടാണ്, എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യം കൊണ്ടാണ് ഇന്നൊക്കെ പറയാൻ പറ്റുമായിരുന്നെങ്കിൽ നിഗളത്തിന് നല്ല സാധ്യത. അതാണ് മതപരമായ വിശ്വാസികൾ, അത് ഏത് മതം, ക്രിസ്തു മതം ഉൾപ്പെടെയുള്ള എല്ലാ മതത്തിലും, ഈ പ്രവൃത്തികൾ പഠിപ്പിക്കുന്ന എല്ലാ മതത്തിലും എന്തുണ്ട്? നല്ല നിഗളികളുണ്ട്, അല്ലേ? നമ്മുടെ സഭയിലും നിഗളികളൊക്കെ ഉണ്ട്. എന്താ കാരണം? കൃപയുടെ സുവിശേഷം പഠിച്ചിട്ടില്ല. അവർ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ വേറെ എന്തോ പഠിച്ചു വെച്ചിരിക്കുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഭൗതികമായിട്ട് നമ്മുടെയൊക്കെ സഭയിൽ ഇരിക്കുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ലെന്നല്ല ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഏത് ബിൽഡിങ്ങിനകത്ത് ഇരിക്കുന്നു എന്നുള്ളതല്ല ഞാൻ ഈ പറഞ്ഞത്. ഉള്ളിൻ്റെ ഉള്ളിൽ വിശ്വസിച്ചിരിക്കുന്നത് ഏത് ഉപദേശമാണ്? പ്രവൃത്തികളാലാണോ കൃപയാലാണോ? കൃപയാലാണെന്ന് വിശ്വസിക്കുന്നവന് ഒരു പ്രശംസയ്ക്കും വകയില്ല. രണ്ടാമത്തെ ചോദ്യം,
ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? 29 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലേ? അതേ, ജാതികളുടെ ദൈവമാകുന്നു. അതായത് ഈ പറഞ്ഞ ഏകമാർഗം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സൗജന്യമായിട്ട് നൽകപ്പെടുന്ന നീതീകരണം പ്രാപിച്ച് വീണ്ടെടുപ്പ് പ്രാപിക്കുന്ന, രക്ഷ പ്രാപിക്കുന്ന ഈ ഒരൊറ്റ മാർഗമേ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ദൈവമായിട്ട് നൽകിയിരിക്കുന്ന ഏകമാർഗം. അല്ലാതെ യഹൂദനൊരു സുവിശേഷം, പിന്നെ ജാതീയന്മാർക്ക് വേറൊരു സുവിശേഷം എന്നൊന്നുമില്ല. അല്ലെ? യഹൂദന്മാരായുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടോളും, അവർ പ്രവൃത്തികളാൽ രക്ഷിച്ചോളും. പിന്നെ നമ്മളെ പോലത്തെ യഹൂദന്മാരല്ലാത്തവർക്ക് ദൈവം വിശ്വാസത്താൽ രക്ഷ. അങ്ങനൊരു രണ്ട് സുവിശേഷമില്ല, രണ്ട് രക്ഷാമാർഗമില്ല. ഒരു ദൈവമേ ഉള്ളൂ. യഹൂദനായാലും യവനനായാലും എല്ലാവർക്കും കൂടെ ഒരൊറ്റ ദൈവം. ദൈവം ഏകനല്ലോ. ആ ദൈവം ഒരേ മാർഗത്തിലൂടെയാണ്, വിശ്വാസത്തിലൂടെയുള്ള നീതീകരണത്താലെയാണ് സകലരെയും രക്ഷിക്കുന്നത്. അതുകൊണ്ട് രണ്ട് വഴികളില്ല, 3 വഴികളുമില്ല, 4 വഴികളുമില്ല, ഒന്നുമില്ല. അപ്പോ നമ്മളത് മനസ്സിലാക്കണം. ഏത് വ്യക്തിയും രക്ഷിക്കപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. സൗജന്യ നീതീകരണം, വിശ്വാസത്താൽ ലഭിക്കുന്ന യേശുക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യ നീതീകരണം അതവർ പ്രാപിച്ചെങ്കിലേ അവർ രക്ഷിക്കപ്പെടുകയുള്ളൂ. ഇനി അവസാനത്തെ ചോദ്യം, 31 വാക്യത്തിലെ ചോദ്യം, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നു. ഇവിടെ ന്യായപ്രമാണം കൊണ്ട് എന്താണ് പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ കാതലായ വിഷയമാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ ന്യായപ്രമാണം ഉദ്ദേശിച്ചിരിക്കുന്നത് മോശയുടെ ന്യായപ്രമാണം എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, മൊത്തം പഴയ നിയമം എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അതായത് ഇങ്ങനെ വിശ്വാസത്താലാണ് നീതീകരണമെങ്കിൽ പഴയ നിയമം എടുത്ത് ദൂരക്കളയാവും. അപ്പം അത് പോകാൻ പറ എന്നാണോ? ചിലരൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നു. പഴയ നിയമത്തിലെ രക്ഷയില്ലായിരുന്നു, യേശുക്രിസ്തു വന്നതിന് ശേഷമാണ് ഈ സുവിശേഷം. അങ്ങനെയൊക്കെയുള്ള തെറ്റായ ഉപദേശങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ന്യായപ്രമാണം എന്നുള്ള പദം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പഴയ നിയമത്തെയാണ്. അപ്പോൾ ഈ പുതിയ സുവിശേഷം വന്നതുകൊണ്ട് പഴയ നിയമം എടുത്ത് ഊരക്കളയാം, ബൈബിളിൽ നിന്ന് കീറിക്കളയാം എന്നാണോ? അല്ല. അത് ഇനി കൂടുതൽ 4-ാം അധ്യായത്തിലാണ് കൂടുതൽ പഴയ നിയമത്തിൽ നിന്ന് തന്നെ എടുത്ത് നീതീകരണം വിശ്വാസത്താലാണെന്ന് പൗലോസ് തെളിയിക്കാൻ പോവുകയാണ്. അല്ലെ? അപ്പൊ പഴയ നിയമം തന്നെ പഠിപ്പിക്കുന്നത് വിശ്വാസത്താലാണല്ല, പ്രവർത്തികളാലല്ല, വിശ്വാസത്താൽ തന്നെയാണ് നീതീകരണം എന്ന് തെളിയിക്കാൻ പോവാണ്. ഇവിടെ പൂർണ്ണമായ ഒരു ഉത്തരമല്ല, ഇവിടെ ആ കൂടെ പറഞ്ഞിരിക്കുന്ന അല്ല. നമ്മൾ ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രയേ ചെയ്യുന്നത്, അതിന്റെ വാക്തത്വത്തിന്റെ നിവൃത്തി നമ്മൾ പ്രസ്താവിക്കുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വേദഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. സകല മനുഷ്യരും പാപത്തിൻ കീഴിലും പാപം ചെയ്തും ശിക്ഷാവിധിക്ക് അർഹരായി ഇരിക്കുകയാണെങ്കിലും ദൈവത്തിന്റെ മഹാപദ്ധതിയിൽ കൃപയാലുള്ളൊരു രക്ഷാപദ്ധതി അവൻ മെനഞ്ഞിട്ടുണ്ട്. എന്താണ് ആ രക്ഷാപദ്ധതി? നമ്മൾ വിശ്വാസത്താൽ സൗജന്യമായ ഒരു നീതീകരണം പ്രാപിക്കണം. ദൈവം നമുക്ക് കടമായിട്ടൊരു നീതി ഇങ്ങോട്ട് തരികയാണ്. നമ്മൾ അവനിൽ വിശ്വസിക്കുമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം നമ്മുടെ പ്രായശ്ചിത്തമായിട്ട് എണ്ണി ദൈവം നമ്മളെ ശിക്ഷാവിധിയിൽ നിന്ന് കരകയറ്റി ദൈവം നമുക്ക് പരിപൂർണ നീതി പകർന്നു തന്ന് ദൈവം നമ്മളെ നീതിമാനായിട്ട് എണ്ണി എനിക്ക് ദൈവവുമായിട്ട് സമാധാനത്തിൽ ഇടപെടുവാനും സംസർഗം പാലിക്കുവാനും കഴിയും. അല്ലേ? അതാണ് നമ്മുടെ ഇന്നത്തെ വേദഭാഗം. കൂടുതൽ നമ്മൾ അടുത്ത ആഴ്ച കാണുന്നതായിരിക്കും. ഇവിടെ അടങ്ങിയിരിക്കുന്ന ഉപദേശ സത്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞ് നമുക്ക് നമ്മുടെ ഈ പഠനം അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട് ഈ വേദഭാഗത്തിലെ ഒരു വാക്യത്തിലേക്കും പ്രത്യേക ശ്രദ്ധ തിരിക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ മൊത്തം വേദഭാഗം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 1-ാം അധ്യായം മുതൽ തുടങ്ങിയ ഈ എന്താ പറയാ സങ്കടവർത്തമാനം, ദുഃഖവർത്തമാനം, ഇതാണ് നമ്മളെല്ലാം ഭാവികളാണ്, നമ്മളെല്ലാം ശിക്ഷാവിധിയിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് സുവിശേഷം പ്രസ്താവിക്കുന്ന വേദഭാഗത്തിൽ നമ്മൾ ഇന്ന് വന്നപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? മൊത്തം വേദഭാഗം എന്തിനെ കുറിച്ചാണ്? നീതീകരണത്തെ കുറിച്ചാണ്. അപ്പോൾ അന്തർലീനമായ ഒരു ഉപദേശ സത്യം, ഒരു തത്വം ഞാൻ ഇവിടെ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അടിസ്ഥാനപരമായ തത്വം എന്താണ് ഈ വേദഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്? വിശ്വാസത്താലുള്ള നീതീകരണമാണ് സുവിശേഷത്തിന്റെ ഏറ്റവും കാതലായ സത്യം. അല്ലെ? സുവിശേഷം പഠിപ്പിക്കുന്ന വേദഭാഗമാണ് നമ്മളിവിടെ കണ്ടത്. മൊത്തം വിഷയം എന്തിനെ കുറിച്ചാണ്? നീതീകരണത്തെ കുറിച്ച്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സിൽ അങ്ങനാണോ? സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഉപദേശപരമായ വിഷയം നീതീകരണമാണോ? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേരളത്തിലെ വിശ്വാസികൾക്ക് നീതീകരണം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. ഭൂരിപക്ഷം പേർക്കും എന്താണ് നീതീകരണം എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഇനി സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ വായിൽ വരുന്ന വാക്ക് നീതീകരണമല്ല, പാപക്ഷമയാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് പാപക്ഷമ മാത്രമല്ല, നീതീകരണമാണ് നമ്മൾ പഠിച്ചത്. ദൈവം നമ്മുടെ പാപമൊക്കെ അങ്ങ് പുറത്തു എന്ന് മാത്രമല്ല, ദൈവം നമുക്ക് കടമായിട്ട് പരിപൂർണ നീതി നൽകുന്നുണ്ട്. അല്ലാതെ ദൈവം നമ്മുടെ ഒരു സ്ലേറ്റ് ഉണ്ടായിരുന്നു മുഴുവൻ കുത്തി വരച്ചതെല്ലാം ഒന്ന് തുടച്ചു വെച്ചതാ പിടിച്ചോന്നല്ല തന്നത്.
സ്ലേറ്റ് മായ്ച്ചു കളഞ്ഞു 100-ൽ 100 മാർക്കും തന്നു. അതാണ് വ്യത്യാസം. ആ നീതീകരണത്തെയാണ് പൗലോസ് കൃപയുടെ ഉപദേശമായി പറയുന്ന ഒന്നാമത്തെ വാക്യം, 24-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്. കൃപയുടെ ഏറ്റവും വലിയ അപ്പോസ്തലൻ കൃപ പഠിപ്പിക്കുമ്പോൾ തന്റെ വായിൽ വരുന്ന വാക്ക് നീതീകരണമാണ്. അതായത് സുവിശേഷത്തിന്റെ ഏറ്റവും കാതലായ വിഷയം നീതീകരണമാണ്. അപ്പൊ നീതീകരണമാ എന്തോ അവിടെ കണ്ടുകൊണ്ട് ഒരു ചെറിയ അനുഗ്രഹമാണ് നീതീകരണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിന്തിച്ച് അതിനെ തള്ളിക്കളയാൻ പറ്റുകയില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരിടത്ത് സുവിശേഷ പ്രസംഗം നടക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാം അവിടെ വിശ്വാസത്താലുള്ള നീതീകരണം പഠിപ്പിക്കുക എന്ന് പറയാൻ പറ്റുമോ? അല്ല. പലയിടത്തെയും സുവിശേഷ ഘോഷണത്തിൽ നീതീകരണമുള്ള വാക്കുപോലും ഉച്ചരിക്കപ്പെടുന്നില്ല. അല്ലെ? പാപക്ഷമ, പാപക്ഷമ, പാപക്ഷമ. പാപക്ഷമയും നീതീകരണവും ബന്ധപ്പെട്ട വിഷയമാണേലും അത് പര്യായ പദങ്ങളല്ല. നീതീകരണം തന്നെയാണ് പാപക്ഷമ എന്നല്ല. പാപക്ഷമ, നീ ചെയ്ത പാപമൊക്കെ ദൈവം ക്ഷമിച്ചു, നിന്നെ ശിക്ഷിക്കുന്നില്ല എന്നേ ഉള്ളൂ. നീ പരിപൂർണ്ണ നീതിയുള്ളവനാണ്, നിന്നെ ഞാൻ അംഗീകരിക്കുന്നവനാണ് എന്ന് പറയുന്നതാണ് നീതീകരണം. നീ നീതിമാനാണെന്ന് ഞാൻ പ്രസ്താവിക്കുകയാണ്. അല്ലാതെ നീ നിന്റെ കുറ്റമൊക്കെ ഞാൻ പോട്ടെന്ന് വെക്കുന്നു പടാ എന്ന് പറയല്ല. അതല്ല സുവിശേഷം പ്രസ്താവിക്കുന്ന ഈ വേദഭാഗം കണ്ടോ മുഴുവൻ നീതീകരണത്തെ കുറിച്ചാണ്. അപ്പോൾ നീതീകരണം നമുക്കും സുവിശേഷത്തിന്റെ ഹൃദയഭാഗമായിരിക്കണം. അതാണ് ഒന്നാമത്തെ ഉപദേശ സത്യം. രണ്ടാമതായിട്ട് നീതീകരണത്തിന്റെ അടിസ്ഥാനമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ യോഗ്യതയോ പ്രവൃത്തിയോ അനുസരണമോ അല്ല. പിന്നെന്താണ്? നമുക്ക് വേണ്ടിയുള്ള യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി. അല്ലെ? ക്രിസ്തയേശുവിലുള്ള വീണ്ടെടുപ്പെന്ന് കണ്ടല്ലോ. യേശുക്രിസ്തു വില കൊടുത്തൊരു പ്രവൃത്തി ചെയ്തത് കൊണ്ടാണ് നമുക്ക് നീതീകരണം ലഭിക്കുന്നത്. അപ്പൊ അതായത് ക്രൂശിലെ മരണത്തോളമുള്ള അവന്റെ അനുസരണമാണ് നീതീകരണത്തിന്റെ അടിസ്ഥാനം. ഈ രക്ഷിക്കപ്പെട്ടത് പാപമോചനം, പാപക്ഷമ എന്നൊക്കെ പറഞ്ഞു വെച്ച് പിന്നെ പല വിശ്വാസികളും ഇന്നൊരു 3 ചാപ്റ്റർ ബൈബിൾ വായിച്ചാൽ ദൈവം എന്നെ അംഗീകരിക്കൂ എന്നൊക്കെ പറയുന്നത് ചിന്തിക്കുന്നതിന്റെ കാരണം നമ്മുടെ പ്രവൃത്തി അനുസരിച്ചാണ് നമ്മൾ നീതീകരിക്കുന്നു എന്നാണ് പലരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. എൻ്റെ പെർഫോമൻസ്, ഞാൻ ഇന്ന് സഭയിൽ വന്നിട്ടുണ്ട്, ഇന്ന് പാട്ട് പാടും, ഇന്ന് കുറച്ച് വേദവാക്യങ്ങളൊക്കെ കാണാൻ പഠിച്ച് വന്നിട്ടുണ്ട്, ഇത് പറയും, അപ്പൊ എനിക്ക് ദൈവത്തിന്റെ മുന്നിൽ പോയിന്റ് കിട്ടുമെന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, അംഗീകരിക്കപ്പെടുന്നത് ഇതിന്റെ ഒന്നിന്റെയും ആധാരത്തിലല്ല. നമ്മളെ ദൈവം പാപികളായ നമ്മളെ ശിക്ഷിക്കാതെ തൻ്റെ മക്കളായി എണ്ണിയിരിക്കുന്നതിൻ്റെ ഏക കാരണം നമ്മുടെ യോഗ്യതയോ പ്രവൃത്തിയോ അനുസരണമോ ഒന്നുമല്ല. അത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത തൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ അതിന് മാറ്റമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. മൂന്നാമതായിട്ട് രക്ഷ സൗജന്യമാണ്, സൗജന്യ നീതീകരണമാണ്. പക്ഷെ അതിൻ്റെ മൂലകാരണം എന്താണ്? യേശുക്രിസ്തു നമ്മുടെ പ്രായശ്ചിത്തമായിട്ട് തൻ്റെ രക്തം ചിന്തി. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, രക്ഷ സൗജന്യമാണെന്ന് പറയുമ്പോൾ രക്ഷ ഒരു വിലയുമില്ലാത്ത ഒരു കാര്യമായിട്ട് നമ്മൾ കാണരുത്. രക്ഷ നമുക്ക് സൗജന്യമാണേലും സ്വന്തം പുത്രനെ യാഗം കഴിച്ച ദൈവത്തിന് വളരെ ചെലവേറിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രക്ഷാസത്യം, ഈ ദൈവം നമുക്ക് വിലയേറിയതായിരിക്കണം. അവസാനമായിട്ട് നമ്മൾ കണ്ടു, ആകയാൽ പ്രശംസ എവിടെ? ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, കൃപയെക്കുറിച്ചുള്ള യഥാർത്ഥ ഉപദേശം വിശ്വാസികളിൽ താഴ്മ വളർത്തുന്നു. നിങ്ങൾ പറയുകയാണ്, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് മറ്റുള്ളവരെക്കാളും കൂടുതൽ വെളിപ്പാടുണ്ട്, എനിക്ക് കൃപയുടെ ഉപദേശം നന്നായിട്ടറിയാം, പൗലോസ് എന്താണ് യഥാർത്ഥത്തിൽ കൃപയെക്കുറിച്ച് പഠിപ്പിച്ചതെന്ന് ഈ കേരളത്തിലുള്ള മലയാളി വിശ്വാസികളെക്കാളൊക്കെ എനിക്ക് കൂടുതൽ അറിവുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് വെറും പറച്ചിൽ ഒതുങ്ങരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാണണം? ഒരു ആത്മപ്രശംസയും കാണരുത്, ഒരു ജഡത്തിൽ വീമ്പ് പറയുന്നതും കാണരുത്. താഴ്മയുണ്ടായിരിക്കണം. 1 കൊരിന്ത്യർ 4:7 അതാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ പ്രശംസിക്കുന്നു? അല്ലെ? ദൈവം നൽകാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? പിന്നെ എന്താ ഈ വീമ്പ് പറച്ചില്? അല്ലെ? അപ്പോ ശരിക്കും കൃപ പഠിച്ചവൻ, ശരിക്കും സുവിശേഷം പഠിച്ചവൻ, അവന്റെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? താഴ്മ. ഇന്ന് പലപ്പോഴും നമ്മൾ സുവിശേഷമൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കണ്ട കത്തോലിക്കനെയും ഹൈന്ദവനെയും ഒക്കെ കുറ്റം, പ്രവൃത്തിയുടെ സുവിശേഷവും പറഞ്ഞു നടക്കുക എന്ന് പറഞ്ഞ് പുച്ഛിക്കുകയാണ്. ഈ പുച്ഛം താഴ്മയല്ല. നമുക്ക് കൃപയാലാണ് ഇതെല്ലാം വെളിപ്പെടുത്തി കിട്ടിയത്. നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, നമ്മുടെ കണ്ണുകൾ നിറയണം. അയ്യോ കർത്താവ്, ഞാൻ ആരാണ്? എന്നോട് നീ ഇത്ര കരുണ കാണിച്ച് എനിക്കിത് കാണിച്ചു തന്നു. കണ്ട ആ സഹോദരൻ ഒന്നും അറിഞ്ഞൂടാ, അവൻ പ്രവൃത്തിയും ചെയ്തുകൊണ്ട് നടക്കും. അങ്ങനെ ഒരു മനസ്സലിവും ആർദ്രതയുമാണ് നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ, ഇത് വിശ്വസിക്കാത്തവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അല്ലാതെ പൊട്ടൻ, അവൻ പ്രവൃത്തിയും ചെയ്തോണ്ട് കത്തോലിക്കനൊക്കെ എന്ന് നന്നാവനാന്ന് പറഞ്ഞ് ഈ പുച്ഛിക്കുന്ന സ്വഭാവം വിശ്വാസികൾക്ക് ഭൂഷണമല്ല. കൃപ മനസ്സിലാക്കിയവന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഫലമാണ്. യഥാർത്ഥത്തിൽ കൃപ മനസ്സിലാക്കിയവന്റെ ജീവിതത്തിൽ ഒരു പ്രശംസയും കാണത്തില്ല, ഒരു വീമ്പ് പറച്ചിലും കാണത്തില്ല. അവൻ നിഗളിയായിരിക്കത്തില്ല, അവൻ താഴ്മയുള്ളവനായിരിക്കും. നമ്മുടെ സമയം ഏതാണ്ട് അവസാനിച്ചു. 2 പ്രായോഗിക ഉപയോഗങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ചോദ്യങ്ങളാണിത്, നിങ്ങളോടുള്ള ചോദ്യം, വ്യക്തിപരമായുള്ള ചോദ്യം. നമ്മൾ ഇന്ന് കണ്ടു, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം
യേശുക്രിസ്തുവിന്റെ രക്തം, അവന്റെ ക്രൂശ് മരണം നിങ്ങളുടെ പ്രായശ്ചിത്തമായിട്ട് എണ്ണും. നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷി സത്യസന്ധമായിട്ട് ഉത്തരം പറയുക. നിങ്ങളുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി യേശുക്രിസ്തുവിനെ നിങ്ങൾ വിശ്വാസത്താൽ സ്വീകരിച്ചിട്ടുണ്ടോ? എന്റെ പാപങ്ങൾ നിമിത്തം ഞാൻ അന്തിമ ന്യായവിധിയിൽ പോവുകയില്ല എന്ന് പറയുന്നതിന്റെ മൂലകാരണം യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഏക കാരണമാണോ? നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം നിങ്ങളുടെ പ്രായശ്ചിത്തമായി കണക്കിട്ട് നിങ്ങളെ ക്രിസ്തുവിൽ നീതിമാനായി ദൈവം എണ്ണും. രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ നിങ്ങളുടെ രക്ഷ സമ്പൂർണമായും കൃപയാലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ വിശ്വാസം എന്തുളവാക്കണം? ദൈവത്തിൻ്റെയും മനുഷ്യന്റെയും മുൻപാകെ ആഴമായ താഴ്മ ഉളവാക്കണം. കൃപ മനസ്സിലാക്കിയവൻ, സുവിശേഷം മനസ്സിലാക്കിയവൻ, വിശ്വാസി എങ്ങനെയുള്ളവനായിരിക്കണം? താഴ്മയുള്ളവനായിരിക്കണം. സ്വയകേന്ദ്രീകൃതമായ എല്ലാ വീമ്പ് പറച്ചിലും നിങ്ങൾ നിർത്തിയോ? അതോടൊപ്പം തന്നെ ദൈവത്തിന് സ്തോത്രം പറയുന്നത് കൂടിയോ? ഇത്രത്തോളം എന്നെ കരുണ കാണിക്കുവാൻ, ദയ കാണിക്കുവാൻ ഞാൻ ആരുണ്ട് കർത്താവേ എന്നുള്ള ആശ്ചര്യത്തിൽ വീമ്പ് പറച്ചിൽ നിർത്തി ദൈവത്തോട് സ്തോത്രം പറയുന്നത് കൂടിയോ? കൃപ മനസ്സിലാക്കുന്നവർ താഴ്മയിൽ വളരണം. ഈ റോമാലേഖനം നമ്മൾ പഠിക്കും തോറും നമുക്ക് നിഗളമല്ല, താഴ്മ വളരണം, ദൈവത്തോടുള്ള ആരാധന വളരണം, സ്തോത്രം വളരണം. ഇതിന് ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാവശ്യത്തെ മനപ്പാഠവാക്യം 3:23, 24 അത് വായിച്ച് ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കാം. റോമർ 3:23, 24 ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാൽ ക്രിസ്തയേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ദൈവം നിങ്ങളെവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് നമുക്കൊരു നിമിഷം അവനോട് പ്രതികരിക്കാം.